അപ്പൊ എന്തൊക്കെ പാപങ്ങളാണ് ഒരാൾ ചെയ്തതെന്ന് ബാഹ്യമായിട്ട് കാണപ്പെടുന്നതല്ലാതെ ആന്തരികമായിട്ടുള്ളതും മറച്ചു വെച്ചുകൊണ്ടുമായ കാര്യങ്ങളൊക്കെ ദൈവത്തിന് മുമ്പിൽ മാത്രമാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ആര് ശുദ്ധീകരണ സ്ഥലത്തിൽ പോകും, ആര് രക്ഷപ്പെടും, ആര് നരകത്തിൽ പോകുമെന്ന് നമുക്കറിയത്തില്ല. അത് നിത്യ ജീവന്റെ ഉടയവനായ ദൈവകർത്താവിന് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് മരിച്ചവരുടെ ജീവിച്ചിരുന്നപ്പോഴുള്ള ആ ജീവിതത്തെ തൂക്കി നോക്കിയിട്ടല്ല നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തിട്ട് കടന്നുപോയ എൻ്റെ മാതാപിതാക്കന്മാർ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ കടന്നുപോയവർക്ക് വേണ്ടി ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളെ കേൾക്കാതെ വേറെ ആരുമില്ലല്ലോ. അതുകൊണ്ട് മരിച്ചവരെ കൊണ്ടുള്ള വൈരാഗ്യം മനസ്സിൽ കൊണ്ട് നടക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നന്മ ചെയ്ത് കടന്നുപോയവരാണോ അല്ലയോ എന്നല്ല നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഇടയിൽ നിന്ന് കടന്നുപോയ വിശ്വാസികൾ അവരൊക്കെ ഈ ദേവാലയത്തിൽ, നമ്മുടെ ഈ ദേവാലയത്തിൽ അല്ലെ പഴയ ദേവാലയത്തിൽ ഒക്കെ വന്ന് ദീപപൂജയിലും ദീപകർമ്മങ്ങളിലും ഒക്കെ പങ്കുചേർന്നിട്ടുള്ള വിശ്വാസ സമൂഹമാണ്. ആ സമൂഹത്തെ ജീവിച്ചിരിക്കുന്ന വിശ്വാസ സമൂഹം അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയോടെയാണ് അവരെ നമ്മൾ ദൈവസന്നിധിയിൽ ഓർക്കേണ്ടത്. അതിനുള്ള ഒരു ദിവസമാണെന്നും അതുപോലെ തന്നെ നമ്മുടെ ബന്ധുസാധികൾ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി ഇതിൻ്റെ പേരിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പങ്കുചേരാം. എല്ലാ ആത്മാക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ അവരുടെ മേൽ ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നത്തെ കർമ്മങ്ങളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.